ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? എല്ലാത്തിലും ഒന്ന് തലയിട്ട് നോക്കണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. നിങ്ങൾ എന്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും തലയിട്ടോ. ഇപ്പോൾ അയൽവക്കക്കാർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ വല്ല ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് തമ്മിലുള്ള പ്രശ്നം, മക്കളുടെ പ്രശ്നങ്ങൾ, ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ടോ, അല്ലെങ്കിൽ ഒരു 5-6 കമൻറ്റും എഴുതിയിട്ടോ. ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും പ്രതികരിക്കാൻ പാടില്ലാത്ത ഒരു കേസ് ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ വീട്ടുകാരും തമ്മിൽ തല്ലിടുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് പക്ഷം പിടിക്കാൻ നിൽക്കരുത്. കാരണം ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ വീട്ടുകാരും കൂടി തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവർ തമ്മിൽ അങ്ങ് സിങ്കാവും. പിന്നെ അയ്യോടോ നീ അങ്ങ് ക്ഷീണിച്ചോയല്ലോ, നിനക്ക് നാളെ മുതൽ ഞാൻ മുട്ട പുഴുങ്ങി തരാം, ഒരു നേന്ത്രപ്പഴം വെച്ച് തരാം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറും. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് എടുത്ത് വെച്ച് കുറേ കാലം നീ അന്ന് ആ പ്രശ്നത്തിന്റെ ഇടയിൽ കയറി അങ്ങനെ പറഞ്ഞു, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണ് എന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ഈ തല്ല് നടക്കുന്നത് രാത്രിയിൽ അങ്ങനെ ആണെങ്കിലും നേരം വെളുത്ത് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഒരു ശ്മശാന മുഖതയുള്ള കിച്ചണായിരിക്കും ഈ മരുമകളെ കാത്തിരിക്കുന്നത്. പാത്രം എടുത്തു കുത്തുന്നതിന്റെ, എടുത്തെറിയുന്നതിന്റെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തണ പോലെ ചില വാക്കുകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. വിഷമം പറയാൻ ഹസ്ബൻഡിന്റെ അടുത്തൊന്ന് ചെന്ന് നോക്കിയേ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലെ ഞങ്ങള് ഒരു ചെറിയൊരു വാക്കിറക്കുണ്ടായിട്ട് അങ്ങോട്ട് സിങ്ക് ആയുള്ളൂ, നീ വെറുതെ എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി വന്നത്? അല്ലെങ്കിൽ പോട്ടെ സാരില്ല, മറ്റേ ക്ലാസിക് സാധനം ഉണ്ടല്ലോ, ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ വിടും, അല്ലെങ്കിൽ ഇങ്ങനെ കൈ അടിക്കുമ്പോൾ ആ ഒരു സംഭവമില്ലേ, ഇതൊക്കെ പറയും. എന്തിനാണ് വെറുതെ? നമുക്കല്ലാതെ തന്നെ വേറെ കുറേ പ്രശ്നമുണ്ട്, അവരായിട്ടുള്ള പ്രശ്നം അവർ തന്നെ തീർത്തോളും. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥിരമായിട്ടുള്ള പ്രശ്നക്കാരിയായിട്ട് ആ വീട്ടുകാർ മുദ്ര കൊടുത്തു. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.